السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فكتاب الحج عمدة الأحكام كتاب الحج باب الهديان إن شاء الله ഇന്ന് വായിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജിൻ്റെ ചുരുങ്ങിയ രൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയുള്ളത് ഹജ്ജ് വേളയിൽ അറവ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആ അറവ് മൃഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ബാബുൽ ഹദി. അൽ ഹദി എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു, മാ യുസ്ബഹു ഫിൽ ഹറം തഖർറുബൻ ഇലല്ലാഹി അസ്സ വജൽ വ ഇഹ്സാനൻ ഇലൽ ഫുഖറ. അത് ഹറമിൽ വെച്ച് അറുക്കപ്പെടുന്ന കാര്യത്തിനാണ് ഹദി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉദുഹിയ എന്ന് പറയാറുണ്ട്, അത് നമ്മൾ ബലിപെരുന്നാളിന് അറുക്കുന്നതാണ്. ഹദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ യുസ്ബഹു ഫിൽ ഹറം തഖർറുബൻ ഇലല്ലാഹി തആല വ ഇഹ്സാനൻ ഇലൽ ഫുഖറ. അല്ലാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അവനിൽ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് അറുത്തു വിതരണം ചെയ്യുന്നതിനാണ് അൽ ഹദി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഹദിയ എന്ന് നമ്മൾ പൊതുവെ പറയുന്ന വാക്കിൽ നിന്നുള്ളതാണ്. അത് സമ്മാനം കൊടുക്കുക, മാ യുബ്ദലു തഹബ്ബുബൻ വ തവദ്ദുദൻ, അതിനാണ് ഹദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് പരസ്പരം സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതിൽ നിന്ന് തന്നെയാണ് ഹദി എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് എന്നാണ്. പൊതുവെ അറവ് 3 തരത്തിലാണ്. ഒന്ന്, വാജിബായ അറവുണ്ട്. ഹജ്ജിലുള്ള ഈ അറവ് തമത്തുനും ഖിറാനിനൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ അറവ് അത് വാജിബാണ്. പിന്നീട് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുത്തിയാൽ കഫാറത്തിൻ്റെ അറവുണ്ട്, അതും വാജിബ് തന്നെയാണ്. ആരെങ്കിലും ഒരാളൊരു വാജിബായ കർമ്മം ചെയ്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഹ്ലൂറാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അപ്പോഴും ഒരു അറവുണ്ട്, അതും മക്കത്ത് വെച്ച് തന്നെ ചെയ്യുന്നതാണ്. അഥവാ ഈ ഹദീൻ്റെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ്, അത് വാജിബാണ്. പിന്നീട് സുന്നത്തായിട്ടും ഒരാൾക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് തത്തവോ ആയിട്ട് അറവ് നടത്താവുന്നതാണ്. മക്കയിൽ അറവ് നടത്തിയിട്ട് വിതരണം ചെയ്യാവുന്നതാണ്. ഈ 3 തരത്തിൽ ഹദിയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഹദീസ്, അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത് ഫതൽതു ഖലാഇദ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി ثم أشعرها وقلدها أو قلدتها ثم بعث بها إلى البيت وأقام بالمدينة فما حرم عليه شيء كان له حلالا. ഈ ഹദീസിൽ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. ഫതൽതു ഖലാഇദ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീൻ്റെ അഥവാ മക്കത്ത് കൊണ്ടുപോയി അറുക്കേണ്ട ആ മൃഗത്തിൻ്റെ കഴുത്തിൽ ഇതൊരു ഖിലാദത്ത്, കഴുത്തിൽ പൊതുവെ അത് അറവ് മൃഗമാണ് എന്നറിയപ്പെടുന്നതിന് വേണ്ടി ധരിപ്പിക്കുന്ന ഒരു വളയമാണ് ഖിലാദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജായിസാണ്. ജായിസല്ലാത്ത ഒരു വളയമുണ്ട്, അഥവാ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ കണ്ണേറ് തട്ടാതിരിക്കാൻ ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യം, അത് പാടില്ലാത്തതാണ്. അത് ഏലസ് പോലത്തെ സാധനമാണ്. ഇതതിനല്ല, ഇത് അറവ് മൃഗമാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തുണിക്കഷ്ണമോ അതല്ലെങ്കിൽ ചെരുപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗമൊക്കെ വെച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ കെട്ടുക എന്നുള്ളത് പതിവാണ്. അത് ഞാൻ എൻ്റെ കൈകൊണ്ട് ചെയ്തിട്ടുണ്ട്. തുമ്മ അഷ്അറഹ വഖല്ലദഹ ഔ ഖല്ലത്തുഹ, പിന്നീട് അഷ്അറഹ, അഷ്അറ എന്ന് പറയുന്ന കാര്യം അടയാളം വെക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. ഇത് ഒട്ടകത്തിൻ്റെ ഒക്കെ പൂനയിൽ ചെറിയൊരു കുത്തു കൊടുത്തുകൊണ്ട് ഒരല്പം രക്തം വാർന്നൊലിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണത്. അറവ് നടത്തുന്നതല്ല, മറിച്ച് അത് മക്കത്ത് കൊണ്ടുപോയി അറുക്കാനുള്ള മൃഗമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടകത്തിനും അതേപോലെ പോത്തുവർഗ്ഗങ്ങൾക്കേ ചെയ്യുകയുള്ളൂ, ആടിനത് ചെയ്യുകയില്ല. കാരണം ആടിന് അങ്ങനെയുള്ള പൂന ഇല്ല, പൊതുവെ ഒട്ടകത്തിനാണ് ചെയ്യുക. വഖല്ലദഹ, ഞാനാണ് ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി അവർ പറയുന്നത്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേട്ട താബിഇക്ക് അതിൽ വ്യക്തത കുറവുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒന്നുകിൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞത് ഖല്ലദഹ എന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ മാല അണിയിച്ചത്, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഔ ഖല്ലത്തുഹ, ഞാനാണ് ആ മാല അണിയിച്ചത്, രണ്ടിലൊന്നാണ് എന്നാണ് പറയുന്നത്. തുമ്മ ബഅസ ബിഹാ ഇലൽ ബൈത്ത്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ആ ഉരുവിനെ
മക്കത്തേക്ക് പറഞ്ഞയച്ചു. ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയിലേക്ക് പറഞ്ഞയച്ചു. എന്താണ് അവിടെ വിഷയം? അതിനുശേഷം പറയുന്ന കാര്യമാണ് വഅഖാമ ബിൽ മദീനതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു. ഫമാ ഹറുമ അലൈഹി ഷൈഉൻ കാന ലഹു ഹലാലൻ, നേരത്തെ ഹലാലായ ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ബലിമൃഗത്തെ പറഞ്ഞയച്ചു എന്ന കാരണത്താൽ നിഷിദ്ധമായിട്ടില്ല. അഥവാ മഹ്ലൂറാത്തുൽ ഇഹ്റാം ഒന്നും ബലിമൃഗത്തെ പറഞ്ഞയക്കുന്ന ആൾക്ക് ബാധകമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പറയാനുണ്ടായിരുന്ന കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ സഹാബികൾക്കിടയിൽ, ചില ആളുകൾക്കിടയിൽ അത് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ള ചിലർ ആരെങ്കിലുമൊക്കെ അറവ് മൃഗത്തെ മക്കത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവരും ഇഹ്റാം കെട്ടിയതുപോലെ, അഥവാ അതുമുതൽ ഇഹ്റാമിൽ പ്രവേശിച്ചതുപോലെയാണ്, അവർക്ക് മഹ്ദൂറാത്തുൽ ഇഹ്റാം ബാധകമാകും എന്ന രൂപത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഒരു വേള അതുമായി ബന്ധപ്പെട്ട വിഷയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നതിനാലാകാം അവർ വളരെ കൃത്യമായി ഈ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞത്. വഅഖാമ ബിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് തന്നെ ഉണ്ട്. ഫമാ ഹറുമ അലൈഹി ഷൈഉൻ കാന ലഹു ഹലാലൻ, നേരത്തെ ഹലാലായ ഒന്നും അവിടത്തേക്ക് നിഷിദ്ധമായിട്ടില്ല. അഥവാ ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്റ 9-ാം വർഷം ആദ്യം മുസ്ലിമീങ്ങൾ ഹജ്ജ് പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല, മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പോയിട്ടുണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വെച്ച് അറുക്കാനുള്ള ബലിമൃഗത്തെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ആ ബലിമൃഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പം അത് ഒരു സുന്നത്തായ കാര്യമാണ്. ഈ ഹദീസിൽ നിന്ന് പ്രധാനപ്പെട്ട 2 ഫായിദ പറയുകയാണെങ്കിൽ, ഒന്ന് മശ്റൂഇയത്തുൽ ഇഷ്ആരി വൽ തഖ്ലീദ്, അതായത് ഇഷ്ആറും തഖ്ലീദും, തഖ്ലീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ മാല ധരിപ്പിക്കുക എന്നുള്ളതാണ്. അറവ് നടത്തുന്ന മൃഗത്തിന് തിരിച്ചറിയപ്പെടാൻ വേണ്ടി ധരിപ്പിക്കുന്ന മാലക്കാണ് ഇത് പറയുന്നത്. ഇഷ്ആർ എന്ന് പറയുന്നത് അതിന്റെ പൂനയിൽ കുത്തിക്കൊണ്ട് അല്പം രക്തം പുറത്തു വന്ന് അത് അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. രണ്ടാമത്തെ ഒരു ഫായിദ, യുസ്തഹബുൽ ഹദ്യു വലൗ ലം യകുൻ അൽ മർഉ ഹാജൻ, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് വേണമെങ്കിൽ മക്കത്ത് നിന്ന് അറവ് നടത്താം എന്നുള്ളതാണ്. ഒരാൾ ഹജ്ജ് ചെയ്യുന്നില്ല, അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മക്കത്ത് അറവ് നടത്താം, അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ആ വർഷം ഹജ്ജ് ചെയ്യുന്നില്ല, പക്ഷേ മക്കത്ത് വെച്ച് അറവ് നടത്തി അവിടെയുള്ള സാധുക്കൾക്ക് വിതരണം ചെയ്യുക എന്ന് പറയുന്ന ആ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹജ്ജിന് പോകുന്ന ആളുകളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്ത് അങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ. നേരത്തെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ബലിമൃഗത്തെ ഏൽപ്പിക്കുകയാണ്, ഒരു മൃഗത്തെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോൾ ഈ നുസുക്കിന്റെ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, മക്കത്ത് വെച്ച് ഹജ്ജിന്റെ സമയത്ത് നമ്മൾ ഹജ്ജിന് പോകണമെന്നില്ല, നമുക്ക് അവിടെ വല്ല അറവിന് ചേരണമെങ്കിൽ അതൊരു ഹദി, നമ്മൾ ഉദ്ഹിയത്തല്ല, ഉദ്ഹിയത്ത് നമ്മൾ നാട്ടിൽ ചെയ്യും, ഇത് മക്കത്ത് ചെയ്യുന്നതിനാണ് ഹദി എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, 2 3 നമുക്ക് എത്ര സാധിക്കുന്നത് അറവ് മൃഗത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതവിടെ മക്കത്ത് അവർ അറുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യും. അങ്ങനെ ഒരാൾക്ക് പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിന് മാതൃകയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ഫായിദ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മശ്റൂഇയത്തു ബഅസിൽ ഹദി ഇലാ മക്ക, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാം, മക്കത്തേക്ക് നമുക്ക് ഇങ്ങനെ ഹദീന മൃഗത്തെ പറഞ്ഞേക്കാം, അതുപോലെ അതിന് കെട്ടുകൾ കഴുത്തിൽ മാല അണിയിക്കാം, അതുപോലെ ഒട്ടകമോ അല്ലെങ്കിൽ പശുവർഗത്തിലോ പെട്ടതാണ് എങ്കിൽ അതിന്റെ പൂനയിൽ ആ പുറകെ നിൽക്കുന്ന പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ഇഷ്ആർ ചെയ്യാം, അടയാളപ്പെടുത്താം, അത് അനുവദനീയമാണ് എന്ന്. അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞു ജവാസു ഫിഅലി മാ യുലിമുൽ ഹയവാന ലിൽ മസ്ലഹ, എന്തെങ്കിലും ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് മൃഗത്തിനൊരു വേദന ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തെല്ലാം തെറ്റല്ല. ഉദാഹരണത്തിന് എന്തെങ്കിലും രോഗത്തിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കുത്തിവെക്കെ എടുക്കണമെങ്കിൽ മൃഗത്തിന് സ്വാഭാവികമായി വേദന ഉണ്ടാകും. സാധാരണഗതിയിൽ മൃഗങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരു നിലക്കും വേദനിപ്പിക്കാൻ പാടില്ല മൃഗങ്ങളെ. പക്ഷെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഫായിദ ഇതാണ്, അന്ന ബഅസൽ ഹദി ലാ യുഹരിമു ഷൈഅൻ മിൻ മഹ്ദൂറാത്തിൽ ഇഹ്റാം. നമ്മൾ ഒരാളുടെ കൂടെ നമ്മളൊരു അറവ് മൃഗത്തിനെ പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മക്കത്ത് അറക്കാൻ വേണ്ടി അതിന് പൈസ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിന് മഹ്ദൂറാത്തുൽ ഇഹ്റാമിൽ പെടുന്ന ഒന്നും നമുക്ക് ബാധകമല്ല. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു ഫായിദ ജവാദു ഇസ്തിഖ്ദാമി റജുലി സൗജതഹു ബിമാ തർലാഹു ഔ തജ്രി ബിഹിൽ ആദ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയെ അവൾ തൃപ്തിപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ നാട്ടു നടപ്പായിട്ടുള്ള
പൊതുവെ ഭാര്യമാരെന്തൊക്കെയാണ് ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നത് അതിനൊക്കെ അനുവാദമുണ്ട്. ഭാര്യയോട് അത്തരം സഹായങ്ങൾ തേടുന്നതും സഹായം അതിൽ പണി ഏൽപ്പിക്കുന്നതിനും അനുവാദമുണ്ട്, അത് കുഴപ്പമില്ല. മറ്റൊരു ഫായിദ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തു, ജവാസു തൗക്കീലി അലൽ ഹദി ഫി റിആയതിഹി വസബ്ഹിഹി വതഫ്രീഖിഹി. നമ്മൾ അറവ് മൃഗത്തെ അറുക്കുന്നതിന് വേണ്ടി, അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടി, റിആയത്തിന് വേണ്ടിയിട്ടും അതുപോലെ ദബ്ഹിന് വേണ്ടി, അറവിന് വേണ്ടിയിട്ടും അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആളുകളെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല, അനുവദനീയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈ കൊണ്ടല്ല അർപ്പിച്ചുള്ളത്, മറിച്ച് ഏൽപ്പിക്കുകയാണ് എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് അഹ്ദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മർറതൻ ഗനമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ആടിനെ ഹദിയാക്കി അറുത്തിട്ടുണ്ട്, ആടിനെ അറുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ മർറത്തൻ എന്ന് പറഞ്ഞതിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ മക്കത്ത് ഇങ്ങനെ അറവ് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അവിടുന്ന് ഒരു തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അപ്പം നമുക്കറിയാം അവിടുന്ന് അറവ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഉംറ 4ഓളം ഉംറ ചെയ്തതായിട്ടുണ്ട്, ആ സമയത്തൊക്കെ അറവ് നടത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജ് ചെയ്തപ്പോൾ ആ സമയത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. അതല്ലാത്ത സമയത്ത് ആളുകൾ പോകുമ്പോഴും പറഞ്ഞയച്ചേക്കാം, കാരണം പ്രതിഫലാർഹമായ കാര്യമാണ് മക്കത്ത് അറവ് നടത്തി വിതരണം ചെയ്യുക എന്നുള്ളത്. അപ്പം അതിലൊരു തവണ ആടിനെ അയച്ചിട്ടുണ്ട്, അഥവാ ആടിനെ അറവ് മൃഗമായി സ്വീകരിക്കുക എന്നുള്ളത് ഈ ഹദീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ അങ്ങനെ ആടിനെ അയച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വിഷയം, ഹുക്മു ഇഹ്ദാഇൽ ഗനം. ആടിനെ നമുക്ക് മക്കത്ത് അറവ് നടത്താൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വിധി, അത് ജായിസാണ്, അനുവദനീയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ ഹദീസിലുള്ള ഫായിദ. മൂന്നാമത്തെ ഹദീസ്, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യസൂഖു ബദന ഫഖാൽ ഇർകബ്ഹാ ഖാല ഇന്നഹാ ബദന ഖാല ഇർകബ്ഹാ فرأيته راكبها يساير النبي صلى الله عليه وسلم وفي لفظ قال في الثانية أو الثالثة اركبها ويلك أو ويحك. ഈ ഹദീസിൽ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അവിടുന്ന് ഒരിക്കൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബദന എന്ന് പൊതുവെ അറബി ഭാഷയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ ഒട്ടകവും പെടും, അതുപോലെ നമ്മളെ പശുവർഗത്തിൽപ്പെട്ട വർഗ്ഗങ്ങളും പെടും. ബദന എന്ന് പറഞ്ഞാൽ ആട് പെടുകയില്ല, എന്നാൽ ഒട്ടകം അതും പെടും, അതുപോലെ പശുവിന്റെ വർഗ്ഗത്തിലുള്ള പോത്ത്, കാള, ഈ വർഗ്ഗങ്ങൾ രണ്ടിനും ബദന എന്ന് പറയും. എന്നാൽ ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് പശു ആണ്, ഒട്ടകമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഈ ഹദീസിന്റെ ലഫ്ലിഗനെയാണ്, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബദനെ, അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ ഇങ്ങനെ നടത്തിക്കുന്നത് കാണുകയാണ്, ഈ വ്യക്തി നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഇർകബ്ഹാ, നീ ഇതിന്റെ മേലെ കയറിക്കോളൂ, അതായത് ആ വാഹന മൃഗത്തെ ഉപയോഗിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, ഇന്നഹ ബദന, റസൂലേ ഇത് ബദനയാണ്, ഇത് ഞാൻ അറവിന് വേണ്ടി നിശ്ചയിച്ചതാണ്, അപ്പം അങ്ങനെ കയറാൻ പാടുണ്ടോ എന്നറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇർകബ്ഹാ, നീ അതിന്റെ മുകളിൽ കയറിക്കോളൂ. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ചില റിവായത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യം ഇർകബ്ഹാ വൈലക വൈഹക് എന്ന് പറഞ്ഞു, അതായത് നീ കയറൂ, നിനക്ക് നാശം, നീ കയറ്, കുഴപ്പമില്ല എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഒട്ടകമാണ് എന്ന് പറയാൻ കാരണം പശുവിന്റെ മുകളിൽ കയറാൻ പാടില്ല, സഞ്ചരിക്കാൻ വേണ്ടി പശുവിന്റെ മുകളിൽ കയറാൻ പാടില്ല. ബുഖാരിയിലെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പശുവിന്റെ മുകളിൽ കയറിയപ്പോൾ പശു സംസാരിച്ചിട്ടുണ്ട്. പശു പറഞ്ഞു, ഇന്നി ലം ഉഖ്ലഖ് ലിദാലിക്, തീർച്ചയായും ഞാൻ ഇതിനു വേണ്ടി പടച്ചതല്ല. ഇത് ഒരു പ്രത്യേകമായ സംഭവത്തിൽ വന്ന കാര്യമാണ്, സ്ഥിരപ്പെട്ട ഹദീസാണ്. അങ്ങനെ പശു പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഒട്ടകം മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഫായിദയായി പറയുന്ന കാര്യം, ഒന്ന്, മശ്റൂഇയത്തു ഇഹ്ദാഇൽ ഇബിൽ, ഒട്ടകത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഹദിയായിട്ട് മക്കത്ത് അറവ് നടത്താൻ അനുവാദമുണ്ട്. കാരണം ഈ വ്യക്തി ഒട്ടകത്തെയാണ് അതിനുവേണ്ടി നിശ്ചയിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. രണ്ടാമത്തത്, ജവാസു റുകൂബിൽ ഹദി ഇദാ കാന റാകിബു മുഹ്താജൻ ലിദാലിക് വഅൻ ലാ യകൂന അലൽ ഹദി ദറർ. ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ ബലിമൃഗത്തിന്റെ മുകളിൽ കയറാവുന്നതാണ്, അയാൾക്ക് അതിന് ആവശ്യമുണ്ടെങ്കിൽ. രണ്ട് നിബന്ധനയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, അയാൾ ആവശ്യക്കാരനാണെങ്കിൽ. രണ്ടാമത്തത്, ആ മൃഗത്തിന് ഒരു ദറർ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കയറുന്ന ഏത് മൃഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കഴുത അതിന് മുകളിൽ കയറാൻ പറ്റുന്നതാണ്, ഒട്ടകത്തിന് മുകളിൽ കയറാം, കുതിരയുടെ മുകളിൽ കയറാം.
അതിന് വഹിക്കാത്ത ഭാരം ഒരാൾ ഒരിക്കലും കയറാൻ പാടില്ല. ചെറിയൊരു കുതിരന്റെ മേലെ നല്ല വെയിറ്റുള്ള ഒരാൾ കയറുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ചെറിയൊരു കുതിരയുടെ മുകളിൽ വലിയ വെയിറ്റുള്ള ഒരാൾ അല്ലെങ്കിൽ വലിയ ഭാരം അതിന് മുകളിൽ വെച്ചു കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ രണ്ട് നിബന്ധന, ഒരാൾ ആവശ്യക്കാരനാണ്, അതോടൊപ്പം തന്നെ അതിന് യാതൊരു കുഴപ്പവുമില്ല എങ്കിൽ അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, പൊതുവെ ഒരു കായിക പ്രകാരം നമ്മളൊരു കാര്യത്തെ, മൃഗത്തെ അത് ബലിക്ക് വേണ്ടി നിശ്ചയിച്ചാൽ, ഉദ്ഹയ്യത്താകട്ടെ അതല്ല ഈ ഹദിയായിട്ട് മക്കത്ത് വെച്ച് അറക്കുന്നതാകട്ടെ, അത് പിന്നീട് നമ്മുടെ പേഴ്സണലായ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൂടാന്നാണ്. ഉദാഹരണത്തിന് ഒട്ടകത്തിനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കും. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. ഒട്ടകം നടക്കുമ്പോൾ കപ്പി ഇങ്ങനെ പൊന്തുകയും അങ്ങനെ വെള്ളം താഴെ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഇന്നും സൗദി അറേബ്യയിലൊക്കെ അത് കാണാൻ പറ്റും. അത് സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ആ രൂപത്തിൽ വലിയ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ഒട്ടകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒട്ടകങ്ങൾ അങ്ങനെ പല പണികൾ എടുത്തു കൊടുക്കും. അപ്പൊ അത് അങ്ങനെയുള്ള പണികളൊന്നും ഈ അറവിന് വേണ്ടി നിശ്ചയിച്ച മൃഗത്തെ പൊതുവെ പാടില്ല എന്നാണ്. അപ്പൊ അതിൽ നിന്നൊരു ഇസ്തിസ്ന ആണ് ആവശ്യക്കാരനായ ഒരാൾക്ക് അതിന്റെ മുകളിൽ കയറാന്നുള്ളത്. കാരണം അയാൾ പ്രയാസപ്പെട്ടിട്ടാണ് ഈ മൃഗത്തെയും വഹിച്ച് നടക്കുന്നത്. ഇതാണെങ്കിൽ പൊതുവെ നമുക്ക് കയറാൻ അനുവാദമുള്ളൊരു മൃഗവുമാണ്, ജായിസാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അയാൾക്കതിൽ കയറുന്നത് കൊണ്ട് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇത്തരം മൃഗങ്ങൾ നമ്മുടെ മസ്ലഹത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു ഫായിദ പറയാണ്, മശ്റൂഇയത്തുൽ അഖ്ദി ബിറുഖ്സ വതർക്കി ഇജ്ഹാദിൻ നഫ്സ്. എപ്പോഴും റുഖ്സ ഉണ്ടെങ്കിൽ, ഇളവുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് മശ്റൂ ആയിട്ടുള്ളത്. വതർക്കി ഇജ്ഹാദിൻ നഫ്സ്, സ്വന്തത്തെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഉപേക്ഷിക്കേണ്ടതാണ്. അതായത് ഈ വ്യക്തി നടന്നു പോകുന്ന വ്യക്തിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്, ഈ മൃഗത്തിൽ കയറുക, അത് ബലിമൃഗമായിട്ടാണ്. ഇപ്പൊ ബലിമൃഗത്തിൽ പൊതുവെ നമ്മളത് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് പോലും പ്രയാസം ഉണ്ടാകേണ്ടതില്ല. നീ മക്കത്തേക്ക് പോകുമ്പോൾ നടന്ന് കഷ്ടപ്പെടേണ്ടതില്ല. മറിച്ച് ഈ മൃഗത്തിന് മുകളിൽ കയറിക്കോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോഴാണ് ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മക്കത്ത് നടന്നു പോയിട്ട് അത് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത്. യാതൊരു കാര്യമില്ല. അതിന് പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമൊന്നുമല്ല. അത് ഒരാൾക്ക് അതിനുള്ള മാർഗ്ഗമില്ല, വേറെ വാഹനമൊന്നുമില്ല, പഴയ കാലമാണ്, അയാൾ നടന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല. അതിനുള്ള പ്രയാസത്തിനുള്ള പ്രതിഫലം അയാൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എല്ലാവിധ സാഹചര്യങ്ങളും എളുപ്പങ്ങളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഒരാൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ സ്വയം ഏറ്റുവാങ്ങുക എന്നുള്ളത് അത് പ്രത്യേകം പുണ്യമൊന്നും അതിൽ ലഭിക്കാൻ പോകുന്നതുമില്ല. മാത്രവുമല്ല ഇസ്ലാമിന്റെ പൊതു തത്വങ്ങൾക്കെതിരുമാണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊരു വകുപ്പുണ്ടെങ്കിൽ അതിലേറ്റവും എളുപ്പമുള്ളത് സ്വീകരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അതല്ലാതെ വെറുതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ചെയ്യേണ്ടതില്ല. ഈ മസ്ജിദിലേക്ക് വരാൻ രണ്ട് വഴിയുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് വലിയൊരു മലയൊക്കെ കയറി കടന്ന് കഷ്ടപ്പെട്ട് വാഹനം ഒന്ന് പോവുക, നമ്മൾ നടന്ന് കയറിയ മലന്റെ മേലോട്ട് കയറി ബുദ്ധിമുട്ടി കുറെ മുള്ളും കല്ലൊക്കെ ഉണ്ട്, എന്നിട്ട് വേണം കഷ്ടപ്പെട്ട് ഈ മസ്ജിദിലേക്ക് വരാൻ. ഒരു വഴിയുണ്ടെന്ന് വിചാരിക്കുക. രണ്ടാമത് നേരെ നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാം, ഒരു കുഴപ്പമില്ല, മലയുമില്ല കുന്നുമില്ല ഒന്നുമില്ല, നേരെ ഇങ്ങോട്ട് വരാനുള്ള വഴി. അപ്പോൾ ഒരാൾ പള്ളിയിൽ വരുന്നത് കുറെ പ്രതിഫലാർഹമാക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ മലന്റെ മേലൊക്കെ കയറി ഒരു അരമണിക്കൂറൊക്കെ നടന്ന് കഷ്ടപ്പെട്ട് ഇറങ്ങി ഇങ്ങനെ വരുന്നതാണോ സുന്നത്ത്? അതല്ല എളുപ്പമുള്ള മാർഗം സ്വീകരിക്കലാണോ? തീർച്ചയായും എളുപ്പമുള്ള മാർഗം സ്വീകരിക്കലാണ്, യാതൊരു സംശയം അതിൽ വേണ്ടതില്ല. എന്നാൽ ഒരാൾക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, കഷ്ടപ്പെട്ട് മല കയറി വരൽ മാത്രമാണ്, അയാൾക്ക് വേറെ വഴിയില്ല. എങ്കിൽ ആ ഒറ്റപ്പെട്ട ആ വഴിയിലൂടെ കടന്നു വരുന്നതിന് അയാൾക്ക് പ്രതിഫലമുണ്ട്. ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ല സ്വന്തത്തിന് പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടി അങ്ങനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളത് അത് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതായത് ഒരാൾക്ക് എളുപ്പമുണ്ടായിട്ടും വെറുതെ ബുദ്ധിമുട്ടുക എന്നുള്ളത് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലേക്ക് വരുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വെയിലത്ത് നിൽക്കുന്നുണ്ട്, മസ്ജിദിന്റെ അകത്തേക്ക് പ്രവേശിക്കാതെ വെയിലത്ത് നിൽക്കുന്നുണ്ട്. അവരങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, വെയിലത്ത് നിൽക്കണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതര മതസ്ഥരിലുള്ളതുപോലെ അങ്ങനെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുക, നേർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മശ്റൂഇയത്തുൽ അഖ്ദി ബിറുഖ്സ വതർക്കി ഇജ്ഹാദിൻ നഫ്സ്. റുഖ്സ ഉണ്ടെങ്കിൽ, എളുപ്പമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വന്തത്തിനെ പ്രയാസപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബാബിലെ നാലാമത്തെ ഹദീസ്, عن علي بن أبي طالب رضي الله عنه قال أمرني رسول الله صلى الله عليه وسلم أن أقوم على بدنه وأن أتصدق بلحمها وجلودها وأجلتها وأن لا أعطي الجزار منها شيئا وقال نحن نعطيه من عندنا. صلى الله عليه وسلم
അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ അറവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പറയാണ്, അമറനി, എന്നോട് കൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ അഖൂമ അലാ ബുദ്നിഹി, അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ അറവ് മൃഗത്തിന്റെ കാര്യം ഞാൻ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട്, വ അൻ അതസദ്ദഖ ബിലഹ്മിഹ, അതോടൊപ്പം അതിനെ മേൽനോട്ടത്തിന് ഏൽപ്പിച്ചു, വ അൻ അതസദ്ദഖ ബിലഹ്മിഹ, അതിന്റെ ഇറച്ചി സദഖ ചെയ്യുന്നതിന് വേണ്ടി, വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വജുലൂദിഹ, അതിന്റെ തോലും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അജില്ലത്തിഹ, അജില്ലത്ത് എന്ന് പറയുന്നത് ഒട്ടകത്തിന് മുകളിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഇരിപ്പിടം തയ്യാറാക്കും, തുണിയോ അല്ലെങ്കിൽ അതേപോലെ ലെതറോ, പല രൂപത്തിൽ അത് ഉപയോഗിക്കും. അപ്പോൾ ആ രൂപത്തിൽ അതിന് മുകളിൽ അതുണ്ടാവും. ഒട്ടകത്തിന് അവസാനം അറക്കുന്നത് വരെ അത് പൊതുവെ ഉപയോഗിക്കും. കാരണം അതിന്റെ മുകളിൽ കയറി ശരിക്കും ഇരുത്തം ഉറക്കണമെങ്കിൽ ആ സാധനം വേണം. അതുകൊണ്ട് അവസാനം വരെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു. വഅല്ലാ ഉഅ്തിയൽ ജസ്സാറ മിൻഹാ ഷൈഅൻ, അറവുകാരന് ഇതിൽ നിന്നൊന്നും കൊടുക്കാൻ പാടില്ല, അറവുകാരന് ഇതിൽ നിന്നൊന്നും കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, നഹ്നു നുഅ്തീഹി മിൻ ഇൻദിനാ, അറവുകാരന് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നാണ് കൊടുക്കുക എന്ന് പറയുകയും ചെയ്തു. ഇവിടെ സഹോദരങ്ങളെ, ഒന്നാമത്തത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫضലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും അഫ്ളൽ ഹദീസുകളിൽ പണ്ഡിതന്മാർ മൊത്തത്തിൽ വിശദീകരിച്ചത്, ഏറ്റവും അഫ്ളൽ ഒരാൾക്ക് അറവിന് സ്വന്തമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജിൽ 100ഓളം മൃഗങ്ങൾ അറുത്തിരുന്നു. അതിൽ 63 മൃഗത്തെയും ഒട്ടകത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ടാണ് അറുത്തിട്ടുള്ളത്. ബാക്കിയാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി സാധിക്കുന്ന അത്ര സ്വന്തത്തിനെ അറുത്തിട്ടുണ്ട്. നമ്മൾ അറവ് നടത്തുന്ന സമയത്ത് എപ്പോഴും സ്വന്തമായിട്ട് തന്നെ അറക്കുക എന്നുള്ളതാണ്. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമ ഇഷ്ഹദി ഉദ്ഹിയതിക്, ഇഷ്ഹദി ഉദ്ഹിയതിക്, ഫാത്തിമ നീ നിന്റെ ഉദ്ഹിയത്തിന് സാക്ഷിയായിക്കോളൂ. നമ്മൾ അറക്കുന്ന സമയത്ത് സാധിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ നമ്മൾ സ്ത്രീയാണെങ്കിൽ പോലും അവിടെ അവർക്ക് ഹാജരാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പുരുഷന്മാരൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് തന്നെ അറക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാൾ സ്വന്തം തന്നെ അറവ് നടത്തുന്നതാണ് ഏറ്റവും അഫ്ളൽ. കാരണം ചില ആളുകൾ അത് തീരെ ശ്രദ്ധിക്കൂല, ഞാൻ പൈസ അയച്ചിട്ട് പിന്നെ ആ വാക്തേ പോകില്ല, ചില ഇറച്ചിയും വേണ്ട, ഇനി ഇറച്ചി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സപ്ലൈ ചെയ്തോളൂ, നമുക്കൊന്നും അറിയേണ്ടതില്ല, നമ്മൾ പൈസ തരും, ഈ രൂപത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല, ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നമ്മൾ തന്നെ അതിന് സാക്ഷിയായി നമുക്ക് തന്നെ ഇറക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഷെയർ കൂടുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കേ പറ്റുള്ളൂ, എന്നിരുന്നാലും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിച്ച് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളൽ. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അനുവദനീയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടെ നിന്ന് അങ്ങനെ തൗക്കീൽ ചെയ്തിട്ടുണ്ട്, വക്കാലത്ത് ചെയ്തിട്ടുണ്ട്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ മൊത്തം മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഇറച്ചിയും അതിന്റെ തൊലിയും അതിന്റെ മുകളിൽ ഇരിക്കുന്ന ആ ഇരിപ്പിടവും ഒക്കെ വിതരണം ചെയ്യാനും അയച്ചിട്ടുണ്ട്. ഇതൊക്കെ വിതരണം ചെയ്യുകയാണ് വേണ്ടത്. അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതിൽ ആ അറവുകാരനൊന്നും കൊടുക്കാൻ പാടില്ല. അതായത് ഇത് മുഴുവൻ സദക്കയായിട്ട് പോകണം. അറവുകാരന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അറവുകാരന് കൂലി ഒരു 2000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് 2000 രൂപയുടെ ഇറച്ചി നമ്മൾ കൊടുത്താൽ എന്ത് ചെയ്യും? നമുക്ക് ലാഭമാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ക്രയവിക്രയം നടത്തണം. അത് പാടില്ല. ഇതിൽ പിന്നീട് ഒരു പൈസ നമുക്ക് 2000 രൂപ ലാഭം കിട്ടുന്ന പരിപാടിയാണ്. നമ്മൾ ഈ കിട്ടുന്ന ഇറച്ചിയിൽ നിന്ന് അറവുകാരന് 2000 രൂപേൻ്റെ ഇറച്ചി കൊടുത്തു എന്ന് വിചാരിക്കുക. 2000 രൂപേൻ്റെ ഇറച്ചി നമ്മൾ കൊടുക്കുകയാണ്, ഒരു 5 കിലോ ഇറച്ചിയോ അല്ലെങ്കിൽ എത്ര അതിന് കണക്കായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതില്ല. ഇനി അതല്ല, നമ്മളൊരു 1000 രൂപ അറവുകാരന് കൊടുക്കുന്നു, ബാക്കി ഇറച്ചിയും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിലും അതും പാടില്ല. അതായത് അയാളുടെ അറവ് കൂലിയായിട്ട് ഒരിക്കലും തന്നെ ഇറച്ചി കൊടുക്കാൻ പാടില്ല, അതിൻ്റെ തൊലി കൊടുക്കാനും പാടില്ല. ചില ആൾക്കാർ തൊലി കൊടുക്കും, അതും അതിൻ്റെ കൂലിയായിട്ടാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. മറിച്ച് നമുക്ക് ഹദിയായിട്ട് കൊടുക്കാം. അയാളുടെ കൂലി നിശ്ചയിച്ചിട്ട് അത് നമ്മൾ കൃത്യമായി കൂലി കൊടുത്തു. നമ്മൾ ആദ്യം അപ്പോൾ ഇറച്ചിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. പിന്നെ പോകുന്ന സമയത്ത് അയാൾക്ക് നമ്മളൊരു കെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റില്ല, സാധാരണഗതിയിലുള്ള ഹദിയ. അതേപോലെ നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ അതിൽ തൊലി, സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തൊലി നമുക്ക് വിൽക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പണം നമുക്ക് എന്ത് ചെയ്യാം? അത് സദഖ ചെയ്യാം. സദഖ ചെയ്യണം. തൊലി നമുക്ക് എന്ത് ചെയ്യാം? അത് വിറ്റിട്ട് പൈസ കിട്ടുമെങ്കിൽ, ചില സമയത്ത് പൈസ കിട്ടൂല. പൈസ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തൊലി നമ്മൾ എന്ത് ചെയ്യാം? അത് വിറ്റിട്ട് അതിൻ്റെ പൈസ സാധുക്കൾക്ക് കൊടുക്കുക. പൈസ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം ഇതിലൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഈ ഹദീസിൽ പ്രധാനമായി വന്നിട്ടുള്ള കാര്യം. ഒന്ന്, മശ്റൂഇയത്തു തസദ്ദുഖി ബിലഹ്മിൽ ഹദി വജിൽദിഹി വജിലാലിഹി ഇല്ലാ മാ യുസന്നു അക്ലുഹു മിൻ ലഹ്മിഹി. നമ്മൾ
അതിൽ അനുവദിക്കപ്പെട്ട സുന്നത്താക്കിയ ഇറച്ചി ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സദഖ ചെയ്യുക എന്നുള്ളതാണ്. ജവാസു തൗക്കീൽ ഫീ ഖസ്മി ലഹ്മിഹി വതസദ്ദുഖ് ബിഹി, അതായത് ഇറച്ചി അത് വിതരണം ചെയ്യാനും അതുപോലെ അത് സദഖ ചെയ്യാനൊക്കെ നമ്മൾ ആളുകൾക്ക് ഏൽപ്പിക്കൽ അനുവാദമുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഹദീസ്, ഈ അധ്യായത്തിൽ 5-ാമത്തെ ഹദീസ്, അൻ സിയാദ് ഇബ്നു ജുബൈർ ഖാല റഅയ്തു ഇബ്ന ഉമറ അതാ അലാ റജുലിൻ قد أناخ بدنته ينحرها فقال ابعثها قياما مقيدة سنة محمد صلى الله عليه وسلم. ഒട്ടകത്തെ അറുക്കുന്ന രൂപവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. എങ്ങനെയാണ് ഒട്ടകത്തെ അറുക്കേണ്ടത് എന്നുള്ളത്. സിയാദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈയാണ്. അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. ആരാണ് വ്യക്തി എന്നും പറയുന്നില്ല. ആ വ്യക്തിയുടെ അടുത്തെത്തിയപ്പോൾ ഖദ് അനാഹ ബദനതഹു, അയാളുടെ ബദനത്തിനെ, ഒട്ടകത്തിനെ അയാൾ അനാഹ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ മുട്ടുകുത്തിച്ച് കിടത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഒട്ടകം തറയിൽ കിടക്കുന്ന രീതി മുട്ടുകുത്തിച്ച് അങ്ങനെ കിടത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. യൻഹറുഹ, അതിനെ അറുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫഖാൽ, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഇബ്അസ്ഹ ഖിയാമൻ മുഖയ്യദതൻ, അതിനെ നേരെ നിർത്തിക്കൊള്ളുക. മുഖയ്യദതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകം അറുക്കുന്ന രീതിയാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതിന്റെ ഒരു കാല് കെട്ടിയിട്ടിട്ട് അങ്ങനെ 3 ഉണ്ട്. 2 കാല് കൂട്ടി കെട്ടിയിടും, ഒരു ഭാഗം ഫ്രീ ആയിരിക്കും. അങ്ങനെ അതിന്റെ വലതു ഭാഗത്തു നിന്നും അതിന്റെ കഴുത്തിലേക്ക് ഒരൊറ്റ കുത്തുക ചെയ്യാം. നമ്മൾ സാധാരണ കോഴിയെയും ആടിനെയും പോത്തിനെയൊക്കെ അറുക്കുന്നത് പോലെ അതിന്റെ കഴുത്തിന് ഇങ്ങനെ മുറിക്കുകയല്ല ചെയ്യുക, മറിച്ച് വളരെ മൂർച്ചയുള്ള കുന്തം പോലെയുള്ള ഒരു കാര്യത്തിനെ കൊണ്ട് അതിന്റെ കഴുത്തിന് ഒരൊറ്റ കുത്തുകയാണ് ചെയ്യുക. അത് അന്നേരം രക്തം അങ്ങനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് വരും. അതിന് ഒട്ടകത്തിന് അറുക്കലും അനുവദനീയമാണ്. അറുക്കുക എന്നുള്ളതും ദബഹ് എന്ന് പറയുന്നത് സാധാരണ അറിവിന് പറയും. നെഹറ എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തുന്നതിനാണ്. നെഹറ എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ കുത്തി അറുക്കുന്നതിനാണ് പറയുക. ഒട്ടകത്തിന് പൊതുവെ അറുക്കുക എന്ന് പറയുമ്പോൾ നെഹർ എന്നുള്ള വാക്കാണ് പറയുക. അപ്പൊ അങ്ങനെ കുത്തിയിട്ടാണ് ഒട്ടകത്തിന് അറുക്കേണ്ടത്. അപ്പൊ നിർത്തിയിട്ട് അങ്ങനെ കുത്തിയിട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ പറഞ്ഞു, സുന്നത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഒട്ടകത്തിനെ അറുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സുന്നത്തായ കാര്യമായിട്ട് പോലും അവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ചില കാര്യം നമ്മൾ വിചാരിക്കും നിസ്സാരാണ്, സുന്നത്തല്ലേ, ഇപ്പൊ കിടത്തിയിട്ട് അറുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാൾക്കൊരു സുന്നത്ത് അറിയില്ല എന്ന് കാണുമ്പോൾ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ആ സുന്നത്ത് പാലിക്കുന്നതിൽ ഒരുപാട് ഖൈറുണ്ട്. നമുക്കറിയാത്ത കാര്യമാണ്. നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ പാലിക്കുന്നതിൽ നമുക്കറിയാത്ത ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. മാത്രമല്ല, ഒരു നാട്ടിൽ സുന്നത്തുകൾ പ്രചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ബിദ്അത്തുകൾ ഇല്ലാതായി തീരും. എവിടെയാണോ നമ്മൾ സുന്നത്ത് അത് പ്രചരിപ്പിക്കാതെ സുന്നത്ത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്, അവിടെ ബിദ്അത്തുകൾ സ്വാഭാവികമായിട്ട് വരും. കാരണം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ രീതി ചെയ്യേണ്ടി വരും. നമ്മളൊരു കാര്യം സുന്നത്ത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ പല രൂപത്തിലുള്ള ബിദ്അത്തുകൾ പൊതുവെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുന്നത്തല്ല, അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ഒന്ന്, അതിനൊരുപാട് ഹൈറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സുന്നത്ത് പാലിക്കുന്നതുകൊണ്ടുള്ള ബറക്കത്തുണ്ടാകും. സുന്നത്ത് പാലിക്കുന്നതിൽ ഒരു ബറക്കത്തുണ്ട്. രണ്ടാമത്തേത്, അത് ബിദ്അത്തുകൾ പ്രചരിക്കാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് സുന്നത്ത് അതിന്റെ സ്ഥാനത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതിന്റെ ഫായിദയായി പറയുന്നു, ഒന്ന്, മശ്റൂഇയത്തു നഹ്രിൽ ഇബ്ലി വഹിയ ഖായിമ മൗഖൂലത്തിൽ യദിൽ യുസ്റ. ഇബ്ലിനെ, ഒട്ടകത്തിനെ നെഹർ ചെയ്യുക എന്നുള്ളത് മശ്റൂ ആണ്, ശരീഅത്തിൽ നിയമമുള്ളതാണ്. അതായത് അറവ് കുത്തി അങ്ങനെ അറക്കുക എന്നുള്ളത്. വഹിയ ഖായിമ, അതിനെ നിർത്തിക്കൊണ്ട്, മൗഖൂലത്തിൽ യദിൽ യുസ്റ, അതിന്റെ ഇടത്തെ കാല് അതിങ്ങനെ, അതായത് ഇടത്തെ കാല് 2 പിടിച്ച് കൂട്ടിക്കെട്ടാണ് ചെയ്യുക. പിന്നെ 3 എണ്ണത്തിലായിരിക്കും നിൽക്കുക. വലത്തെ കാല് 2 അങ്ങനെ തന്നെയുണ്ട്. വലത്തെ കാലും വലത്തെ കൈയും അതേപോലെ തന്നെ ഉണ്ട്. മറ്റേ 2 കൂട്ടിക്കെട്ട്, അത് വീഴാനുള്ള എളുപ്പത്തിന്. എന്നിട്ട് ഇപ്പുറത്ത് വലത്ത് ഭാഗത്ത് വന്നിട്ട് ഒരത്തെ കുത്താൻ ചില ആളുകൾ നേരെ മുന്നിൽ വന്നിട്ടും കുത്തുന്നത് കാണുന്നുണ്ട്. രണ്ടാമത്തത്, ഹിർസു സഹാബത്തി റളിയല്ലാഹു അൻഹും അലൽ ഇർഷാദ് ഇല സുന്ന. സഹാബികൾ സുന്നത്തിനെ കാണിച്ചു കൊടുക്കാൻ വളരെ താല്പര്യമുള്ളവരായിരുന്നു. സുന്നത്ത് പ്രചരിപ്പിക്കാൻ സഹാബികൾ വളരെ തൽപരരായിരുന്നു എന്നാണ് പറയുന്നത്. 3, ദിക്റു ദലീൽ ഇൻദൽ ഇർഷാദ് ലിയകൂന അദ്ആ ലിൽ ഖബൂലി വത്തുമഅനീന. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തെളിവ് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ലിയകൂന അദ്ആ ലിൽ ഖബൂലി വത്തുമഅനീന, കേൾക്കുന്ന ആൾക്ക് അത് സ്വീകരിക്കാൻ പ്രത്യേക താല്പര്യവും മനസ്സിനൊരു സമാധാനവും കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു കൊടുക്കുന്ന ഒരു മസാല ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാനൊരു തെളിവൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ വിചാരിക്കും ഇതെന്താ സംഭവം എന്താണെന്ന് വിചാരിക്കും. അപ്പം അത് തെളിവുള്ളതാണ്, ഹദീസിൽ വന്നതാണ്, ആയത്തിൽ വന്നതാണ്, സഹാബികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ചെയ്യാനൊരു സ്വീകരിക്കാൻ എന്ത് ചെയ്യും, താല്പര്യം ഉണ്ടാവും. എത്ര
സ്വീകാര്യ യോഗ്യനായ ഒരാളാണെങ്കിൽ കൂടി അയാൾ തെളിവ് കൂടി പറഞ്ഞിട്ട് ഒരു വിഷയം സമർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള താല്പര്യം കൂടും. ഇവിടെ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ സുന്നത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടുകൂടി അത് ഹദീസായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണ് എന്ന് പറഞ്ഞതോടുകൂടി അത് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വാക്കല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണെന്നുള്ളത് ആ താബിഈക്ക് മനസ്സിലായി. അതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഫായിദ. ഈ ബാബിൽ ഇത്രയും ഹദീസുകളാണുള്ളത്. അടുത്ത ബാബ് ബാബുൽ ഗുസ്ലി ലിൽ മുഹ്രിം. ഇഹ്റാമിൽ പ്രവേശിച്ചവൻ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉൾപ്പെട്ടിട്ടുള്ള ബാബാണിത്. ഇതിനും ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം സഹാബികൾക്കിടയിൽ തന്നെ ഉണ്ടായൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹദീസുകൾ വന്നിട്ടുള്ളത്. ചിലർ ധരിച്ചു ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതില്ല, കുളിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരം കുളിക്കുക എന്നുള്ളത് തറഫുഹിന്റെ ഒരു ആഡംബരത്തിന്റെ ഭാഗമായി മാറും. പൊതുവെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്തരം തറഫുകൾ ഒഴിവാക്കുക എന്നുള്ളതിന്റെ നിലക്കാണ് നമ്മൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. സാധാരണ മുണ്ടും തുണിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, സുഗന്ധങ്ങൾ ഉപയോഗിക്കാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ പെട്ടതാണ് കുളിക്കാതിരിക്കുക എന്ന് ചിലർ ധരിച്ചിരുന്നു. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇഹ്റാമിൽ ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ലബ്ബത്തു ശഅരി എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ തലമുടി എന്ത് ചെയ്തിട്ടുണ്ട്, തൽബീദ് അഥവാ ഒരു വാക്സ് പോലത്തെ സാധനത്തൊക്കെ ഒതുക്കി വെക്കുക എന്നുള്ളതിനാണ് അത് പറയുക. അത് പിന്നീട് അതിൽ നിന്നൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ അത് കുറേ ദിവസത്തേക്ക് നമ്മൾ ഇഹ്റാമിലാണ്, അപ്പൊ അത് ഒതുക്കി നിൽക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കുളിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഒരു നിലക്ക് ഇങ്ങനെ അതൊരു തറഫുഹിന്റെ ഭാഗമാകും, അതൊരു കുറച്ച് നല്ല ഉഷാറാക്കി ചെയ്യുന്നതിന്റെ ഭാഗമാകും എന്ന് ചിലർ വിചാരിച്ചിട്ടുണ്ട്. വേറെ ചിലർ വിചാരിച്ചു അത് അങ്ങനെ ചെയ്തതിനാൽ മുടിയൊക്കെ ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് അടുത്തതായി കൊടുക്കുന്ന ഹദീസ്. അബ്ദുല്ലാഹി ബിൻ ഹുനൈൻ, അബ്ദുല്ലാഹി ബിൻ ഹുനൈൻ എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അടിമകളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയാണ് അന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് വൽ മിസ്വർ ബിൻ മഖ്റമ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസും മിസ്വർ ബിൻ മഖ്റമ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് നിങ്ങൾക്ക് അറിയാവുന്ന മഹാനായ പണ്ഡിതനും സഹാബിയാണ്. അതുപോലെ തന്നെ വലിയ ഫഖീഹായിട്ടുള്ള പണ്ഡിതനായ ഒരു സഹാബിയാണ് മിസ്വർ ബിൻ മഖ്റമ. ഇവർ രണ്ടുപേരും ഇഖ്തലഫ ബിൽ അബവ. ഇഖ്തലഫ ബിൽ അബുവ. ഇഖ്തലഫ എന്ന് പറഞ്ഞ അഭിപ്രായ വ്യത്യാസത്തിലായി രണ്ടുപേരും ബിൽ അബുവ. അബുവ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് അബുവ. ഇന്ന് സ്ഥലത്തിന്റെ പേര് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് മദീനയോടടുത്ത ഭാഗമാണ്. നേരെ പകുതിയിൽ നിന്നും മദീനയോടാണ് അടുത്തിട്ടുള്ളത് അബുവാ എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ അബ്ബാസും മിസ്വർ ബിൻ മഖ്റമയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഗ്സിലു അൽ മുഹ്രിമു റഅസഹു. ഇഹ്റാമിൽ പ്രവേശിച്ചവൻ തല കഴുകണം എന്ന് പറഞ്ഞു. വഖാല മിസ്വർ ലാ യഗ്സിലു റഅസഹു. മിസ്വർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, തല കഴുകേണ്ടതില്ല. സഹാബികൾക്കിടയിൽ തന്നെ ഇത്തരം കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഓരോരുത്തർക്കും തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലും തെളിവ് മനസ്സിലാക്കുന്നതിന്റെ വീക്ഷണ വ്യത്യാസത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഅർസലനി ഇബ്നു അബ്ബാസ് ഇല അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ സഹാബി, ഈ താബിഈ പറയാണ്, ആര്, അബ്ദുല്ലാഹി ബിൻ ഹുനൈൻ. അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, എന്നെ പറഞ്ഞയച്ചു. ആരുടെ അടുക്കൽ? ഇല അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അയ്യൂബ് അൽ അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്തിട്ടുള്ള വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. തീർച്ചയായും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ചു. ഫവജദ്തുഹു യഗ്തസിലു ബൈനൽ ഖർനൈനി വഹുവ യസ്തതിറു ബിസൗബ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം രണ്ട് മരക്കഷ്ണത്തിന്റെ ഇടയിൽ ഒരു കയറ് കെട്ടി അതിനൊരു തുണിയൊക്കെ വെച്ചിട്ട് കിണറ്റിന്റെ അടുത്തുനിന്ന് മറ സ്വീകരിച്ചുകൊണ്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ചോദിക്കാൻ ഞാൻ അപ്പോൾ അവിടെ പോവുകയാണ്. ഫസല്ലംതു അലൈഹി. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. സല്ലംതു അലൈഹി. അപ്പോൾ കുളിക്കുന്ന ഒരാളോട് സലാം പറയാം. ടോയ്ലറ്റിൽ പോകുന്ന ഒരാളോടാണ് സലാം പറയാൻ പാടില്ലാത്തത്. കുളിമുറിയിലാണെങ്കിൽ സലാം പറയാം. അവിടെ സലാം മടക്കുന്നതിനും ദിക്റിനൊന്നും കുഴപ്പമില്ല. കുളിമുറിയാണെങ്കിൽ, ടോയ്ലറ്റ് ഇല്ലാത്ത കുളിമുറിയാണെങ്കിൽ. ഞാൻ സലാം പറഞ്ഞു. ഫഖാല മൻ ഹാദ. അപ്പോൾ അദ്ദേഹം നീ ആരാണെന്ന് ചോദിച്ചു. കാണുന്നില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഫഖുൽതു അന അബ്ദുല്ലാഹി ബിൻ ഹുനൈൻ. ഞാൻ അബ്ദുല്ലാഹി ബിൻ ഹുനൈനാണ്. അദ്ദേഹമാണ് ഈ റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹി ബിൻ ഹുനൈനാണ്. അർസലനി ഇലൈക ഇബ്നു അബ്ബാസ്. എന്നെ താങ്കളുടെ അടുക്കലേക്ക് അയച്ചത് ഇബ്നു അബ്ബാസ് ആണ്. യസ്അലുക, താങ്കളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്.
കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലു റഅസഹു വഹു മുഹ്രിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലാകുന്ന സമയത്ത് തല കുളിച്ചിട്ടുണ്ടോ, തല കഴുകിയിട്ടുണ്ടോ, എങ്ങനെയാണ് കഴുകിയത്? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉടനെ തന്നെ ഈ സഹാബി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഫവദഅ അബൂ അയ്യൂബ് യദഹു അല തൗബ് ഫതഅഹു ഹത്താ ബദാലി റഅസുഹു. അപ്പോൾ അവിടെ ഒരു മറ മറിച്ചിട്ടാണ് കുളിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. മറയുടെ അപ്പുറത്തു നിന്നാണ് ചോദ്യം. സലാം പറഞ്ഞു. ഉടൻ തന്നെ ആരാന്ന് ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ തുണി എന്ത് ചെയ്തു, അത് ഒന്ന് താഴ്ത്തി. ഫതഅഹു ഹത്താ ബദാലി റഅസുഹു. അദ്ദേഹത്തിന്റെ, അത് അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ തല എനിക്ക് കാണുവോളം അദ്ദേഹം എന്ത് ചെയ്തു തന്നു, ഒന്ന് താഴ്ത്തി തന്നു. അദ്ദേഹം താഴ്ത്തി തന്നു. സുമ്മ ഖാല ലി ഇൻസാനിൻ യസുബു അലൈഹിൽ മാ. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഏതൊരു മനുഷ്യനോട് അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്ബുബ്, നീ വെള്ളം ഒഴിക്കുക. ഫസബ്ബ അലാ റഅസിഹി. അപ്പോൾ അയാൾ അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. സുമ്മ ഹറക റഅസഹു ബിയദൈഹി ഫഅഖ്ബല ബിഹിമാ വഅദ്ബർ. തല ഇങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഉരച്ചു. അഖ്ബല മുമ്പിലേക്ക് കൊണ്ടുവന്നു, ബിഹിമ വഅദ്ബർ ബാക്കിലേക്ക് കൊണ്ടുവന്നു. അത് നന്നായിട്ട് തല കഴുകിയിട്ട് കാണിച്ചു കൊടുത്തു. സുമ്മ ഖാൽ ഹക്കദ റഅയ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അൽ. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ കുളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റി, കാരണം അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചോദ്യവുമായി ചോദ്യകർത്താവ് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാണിച്ചു തന്നെ കൊടുത്തു. ഇതാ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മുന്നിലൊക്കെ പിന്നിലൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട്. അതിൽ വെറുതെ ഒന്ന് ഒഴിച്ചു പോയതല്ല, നല്ല തഹരീക്ക് നന്നായിട്ട് തന്നെ തല ക്ലീൻ ആക്കി കുളിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. വഫി റിവായത്തിൽ, ചില റിവായത്തിൽ കാണാം, ഫഖാൽ മിസ്വർ ഇബ്നു അബ്ബാസ് ലാ ഉമാരിയുക ബഅദഹാ അബദ. അതായത് ഇബ്നു അബ്ബാസിനോട് തർക്കിച്ച സ്വഹാബി മിസ്വർ ബിൻ മഖ്റമ പറഞ്ഞു, ഞാൻ താങ്കളുമായിട്ട് ഒരിക്കലും ഒരു വാഗ്വാദത്തിൽ ഞാൻ വരികയില്ല, അതായത് ഇങ്ങനെ തർക്കത്തിൽ ഞാൻ വരികയില്ല, അപ്പോൾ ഇഖ്തിലാഫ് ഉണ്ടായി, അത് ഞാൻ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഈ ഹദീസിൽ സഹോദരങ്ങളെ പ്രധാനപ്പെട്ട വിഷയം, ഒരു ഹജ്ജിലുള്ള ഇഹ്റാമിലുള്ള വ്യക്തിക്ക് തല കുളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സഹാബികൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് കുളിക്കാമെന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ ഇതിൽ ഒരുപാട് ഫായിദകൾ വേറെയും വരുന്നുണ്ട്. അതിൽ ഒന്നാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ്. രണ്ടാൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വിഷയം കൂടുതൽ അറിയുന്ന ആളുകളിലേക്ക് മടക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശരിയായ രീതി. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുക്ക് വിവരമൊന്നുമില്ലാത്ത ആളല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ണിൽ കണ്ടിട്ടുണ്ടാകണം. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സഹാബിയുടെ അടുക്കലേക്ക് അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മടങ്ങുകയാണ്. ഇതാണ് എല്ലാ അഭിപ്രായ വ്യത്യാസത്തിലും ചേരിതിരിവുകൾ ഇല്ലാതിരിക്കാൻ, തർക്കങ്ങൾ അത് മാന്യമായി പരിഹരിക്കപ്പെടാനുള്ള മാർഗമെന്ന് പറയുന്നത്. ഫസ്അലു അഹ്ല സിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹു തആല പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയില്ലാത്ത വിഷയം അത് നിങ്ങൾ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അത് സഹാബികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, താബിഈങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ പോലും അവരെക്കാളും വലിയ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ മടക്കി മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ഈ ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം കുളിക്കുന്നത് എങ്ങനെയാണ്, അത് മാതൃകയാണ്. ഒരാൾക്ക് പുറത്തു നിന്ന് കുളിക്കേണ്ടി വരികയാണ് എങ്കിൽ പൂർണ്ണമായ മറ സ്വീകരിച്ചിട്ട് വേണം കുളിക്കാൻ. ചിലർ കിണറ്റിന്റെ വക്കത്തു നിന്നൊക്കെ കുളിക്കുന്ന പുരുഷന്മാർക്ക് അങ്ങനെ ഔറത്തൊന്നും ബാധകമല്ലാത്ത പോലെയാണ് ചിലർ. അല്ലെങ്കിൽ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലൊക്കെ കുളിക്കുന്ന പലരെയും കാണാൻ പറ്റും. അവരുടെ വിചാരം അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമേ ഔറത്തുള്ളൂ. അല്ല, പുരുഷന്മാർക്ക് ഔറത്തുണ്ട്. മുട്ടുപൊക്കലിനിടയിൽ അന്യ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ ആരും കാണാൻ പാടില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. ഇവിടെ അബൂ അയ്യൂബ് അൻസാരി തല വരെ മറിച്ചിട്ടാണ് അവിടെ കുളിക്കുന്നത്. അപ്പോൾ ആ മസല ചോദിച്ചപ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, തല മാത്രം ഇങ്ങനെ താഴ്ത്തിയിട്ട് മറ്റേയാൾക്ക് കാണിച്ചു കൊടുത്തത്. അത് മറ്റൊരു ഫായിദയാണ്. അതുപോലെ കുളിമുറിയിലുള്ള ആളോട് സലാം പറയാം, അത് അനുവദനീയമാണ്, അത് ഫായിദയാണ്. അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് മൻഹാദ, ആരാണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർക്ക് നേരെ മറുപടി പറയുക എന്നുള്ളതാണ് ഇതിന്റെ ശൈലി. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലിൽ ഒരാൾ വന്നിട്ട് ആരാന്ന് ചോദിച്ചപ്പോൾ അന എന്ന് പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ഇഷ്ടമല്ലാത്ത രൂപത്തിൽ അന ആരാണ്, ഞാൻ എന്ന് തിരിച്ചു ചോദിക്കുകയുണ്ടായി. അപ്പം അത് മര്യാദപ്പെട്ടല്ല. ആരെങ്കിലും നമ്മളോട് ആരാന്ന് ചോദിച്ചാൽ ഞാനാന്ന് അല്ല, നമ്മുടെ പേരാണ് പറയേണ്ടത്. അതായത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ പേര് പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു ഫായിദായിട്ട് നമുക്കിതിൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഉള്ള ഫായിദയിൽപ്പെട്ടതാണ് പ്രധാനപ്പെട്ട വിഷയമായ ഇഹ്റാമിൽ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് തല കുളിക്കാവുന്നതാണ്. ആ കുളിക്കുന്ന സമയത്ത് രണ്ട് കാര്യം കുഴപ്പമില്ല. ഒന്ന്, മുടി ഇളകി പോകുന്ന സമയത്ത് കുഴപ്പമില്ല. സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മുടി വെട്ടിക്കളയാനോ മുടി പറിച്ചു കളയാനോ
മനഃപൂർവ്വം മുടി പോകുന്ന രൂപത്തിൽ ശക്തിയായി ചീകാനൊന്നും സാധാരണഗതിയിൽ പാടില്ല. എന്നാൽ കുളിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ രൂപത്തിൽ മുടി ചീകുന്നതിന് വേണ്ടിയിട്ടോ അത് ചെയ്യുക എന്നുള്ളത് കുഴപ്പമില്ല. കാരണം നമ്മളത് ഉദ്ദേശിക്കാതെ നമ്മൾ മുടിയോ മറ്റോ പോകുകയാണ് എങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് പൊതുവെ ഇഹ്റാമിലുള്ള ആളുകൾക്ക് ഉംറയായാലും ഹജ്ജായാലൊക്കെ ഒരു സംശയമുള്ള കാര്യമാണ്, അങ്ങനെ മുടി പോയാൽ പ്രശ്നമാണോ എന്നുള്ളത്. അത് പ്രശ്നമല്ല. നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മുടി പോകുകയാണ് എങ്കിൽ അതിൽ യാതൊരു കുഴപ്പമില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുളിച്ചു എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് ഒരു മുടി പോകുന്ന ഒരു രീതിയിൽ തന്നെയാണ് അതങ്ങനെ കുളിച്ചിട്ടുണ്ട്, വളരെ ശക്തിയായി മുന്നോട്ടും പിന്നോട്ടും കുളിച്ചിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ തലയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഊദിന്റെ ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ തിളക്കമുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് കയ്യിലാകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് കുളിക്കുന്ന സമയത്ത് അത് കയ്യിലായതുകൊണ്ട് കുഴപ്പമില്ല, കഴുകി കളഞ്ഞാൽ മതി. അതും പണ്ഡിതന്മാരിതിൽ നിന്നും ഫായിദയായി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ്. പിന്നെ അതുപോലെയുള്ള ജവാസുൽ മുനാവറത്തു ഫിൽ ഇൽമി ലിഇൽഹാരിൽ ഹഖ്, ഒരു കാര്യം സത്യം വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ട് എൽമിയായ മുനാവറകൾ നടത്തൽ അനുവദനീയമാണ്. പക്ഷെ അതിന് നിബന്ധനകളുണ്ട്, അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അറിവുള്ള ആളുകളിലേക്ക് മടക്കി അത് പരിഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു ഫായിദ ജവാസ് തൗക്കീൽ സിഖ ഫി സുആലി അനിൽ ഇൽമി വ ഖബൂലി ഖബരിഹി ഫീ. ഇപ്പോൾ നമുക്കൊരു സിഖത്തായ, നമുക്ക് ഉറപ്പുള്ള ഒരാൾ, വിശ്വസ്തനായ ഒരാളെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞയക്കാവുന്നതാണ്. അത് അയാൾ പറയുന്നത് കേട്ട് സ്വീകരിക്കാന്ന്. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരെ പോകുന്നില്ല, മറിച്ച് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് സ്വീകാര്യനായ ഒരാൾ ചോദ്യം ചോദിക്കാൻ പറഞ്ഞുവിടാണ്. അതൊക്കെ അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. പിന്നീട് മറ്റൊരു ഫായിദാണ് സുലൂഖു ത്വരീഖ് തഅലീമി ബിൽ ഫിഅൽ ലിഅന്നഹു അഖ്റബു ലിൽ ഫഹം വ അർസഹു ഫി ദിഹ്ൻ. ഒരു കാര്യം ഒരാൾ ചോദിച്ചാൽ നമുക്ക് പരമാവധി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ കാണിച്ചു തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്, മനസ്സിലാവാൻ ഏറ്റവും നല്ലത്. ഒരു ചെറിയ കുട്ടിയെ വുളു എടുക്കാൻ നമ്മുടെ വുളുവിന്റെ മസല എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം എന്താണ്, പൈപ്പിന്റെ ചോട്ടിൽ പോയി ഒന്ന് വുളു എടുത്ത് കാണിച്ചു കൊടുത്തതിനാൽ ശരിക്കും മനസ്സിലായത് അവിടെ വരെ കഴുകണം. ഇതാണ് യദ് എന്ന് പറഞ്ഞ കൈ ഇവിടെയാണ്. പിന്നെ അതിന് നമ്മളെ മിർഫക്ക് എന്ന് പറഞ്ഞാൽ മുട്ട് എന്ന് പറഞ്ഞത് ആ കൈമുട്ട് ഇവിടെ വരെയാണ്. തല തടവുന്നത് ഇങ്ങനെ തുടങ്ങി ഇവിടെ തിരിച്ചിങ്ങോട്ടെത്തണം. ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളൽ അല്ലെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത് കാണിച്ചാണ് കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു. നിസ്കാരത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഏത് കാര്യവും ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത് എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ അൽ ഇഅ്തിറാഫു ലിൽ ഫാദിലി ബിഫദ്ലിഹി ലിഖൗലിൽ മസ്ഊൽ ഇബ്നു അബ്ബാസ് ലാ ഉമാരിയുക ബഅദഹ അബദ. അതായത് അവസാനം ചില റിവായത്തിൽ വന്നല്ലോ, മിസ്വർ റളിയല്ലാഹു അൻഹു എന്ത് പറയുന്നുണ്ട്, ഞാൻ താങ്കളായിട്ട് തർക്കിക്കാൻ നിൽക്കില്ല. കാരണം ഇബ്നു അബ്ബാസ് വലിയ ബഹറാണ്, ഇൽമിൽ വലിയ ബഹറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളായിട്ട് വെറുതെ തർക്കത്തിന് ഞാൻ നിൽക്കുകയില്ല, അത് അദ്ദേഹത്തിന്റെ ഫദ്ലിനെ അംഗീകരിക്കലാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ബാബിലുള്ളത്. അടുത്ത അധ്യായം കിതാബുൽ ഹജ്ജിലെ അവസാനത്തെ അധ്യായമാണ് ബാബു ഫസ്ഖിൽ ഹജ്ജി ഇലൽ ഉംറ. ഹജ്ജിനെ ഉംറയിലേക്ക് ഫസ്ഖ് ചെയ്യുക, അതായത് ഹജ്ജിന് വേണ്ടി നിയത്താക്കിയ ഒരാൾ അത് ഉംറ ചെയ്തിട്ട് പിന്നെ ഹജ്ജ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് എന്താണ് ഫസ്ഖുൽ ഹജ്ജി ഇലൽ ഉംറ എന്നുള്ളത് പറയുന്നുണ്ട്. തഹ്വീലു നിയ്യത്തി മിനൽ ഹജ്ജി ഇലൽ ഉംറ. നീ ഹജ്ജിന് വേണ്ടി ഒരാൾ നിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉംറയിലേക്ക് മാറ്റലാകുന്നു. ലിയസീറ ബിദാലിക മുതമത്തിഅ, അങ്ങനെ നിനക്ക് തമത്തുഇന്റെ ഹജ്ജ് ചെയ്യാം. ഉംറയും ഹജ്ജും രണ്ടും കൂടി കിട്ടും. ഫയജ്മഉ ബൈന ഉംറത്തിൻ മുസ്തഖില്ല ബിഅഫ്ആലിഹ വഹജ്ജിൻ മുസ്തഖില്ലിൻ ബിഅഫ്ആലിഹ ഫി ആമിൻ വാഹിദ് വസഫരിൻ വാഹിദ്. ഒരൊറ്റ വർഷം ഒരേ യാത്രയിൽ തന്നെ നിനക്ക് ഹജ്ജ് വേറെയും ചെയ്യാം ഉംറ വേറെയും ചെയ്യാം. ഇത് ഈ അധ്യായം കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് എല്ലാവരും ഹജ്ജ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തു പറഞ്ഞു അവരോട്, ആരെങ്കിലും ബലിമൃഗം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഉംറയ്ക്ക് ശേഷം തഹല്ലുലാക്കിക്കോളൂ, എന്നിട്ട് പിന്നീട് ഹജ്ജിന് വേറെ ഹറാം. അപ്പോൾ ഒരൊറ്റ യാത്രയിൽ തന്നെ ഉംറയും കിട്ടി ഹജ്ജും കിട്ടി. അപ്പൊ ഹജ്ജിന് വേണ്ടി നിയത്താക്കി വന്ന ആളെ ആ നിയത്ത് ദുർബലപ്പെടുത്തിയിട്ട് ഫസ്ഖ് ചെയ്തിട്ട് എന്ത് ചെയ്ത് അത് ഉംറയിലേക്ക് മാറ്റി എന്നാണ്. ഈ അധ്യായത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. പക്ഷേ 3 ഹദീസുകളെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ബാബു ഫസ്ഖിൽ ഹജ്ജി ഇലൽ ഉംറ. ബാക്കി ഹജ്ജുമായി ബന്ധപ്പെട്ട പല മസ്അലകളാണ്. അതുകൊണ്ട് തന്നെ വിശദീകരിക്കുന്ന ശാരിഹ്യങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം മറ്റധ്യായത്തിൽ കൊടുത്തതുപോലെ ബാബു ഫസ്ഖിൽ ഹജ്ജി ഇലൽ ഉംറ വഗൈരിഹി എന്ന് കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം അതല്ലാത്ത ഹദീസുകളും ഇതിൽ വന്നിട്ടുണ്ട്. 3 ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് മാത്രം നമുക്കിന്ന് വായിക്കാം.
عن جابر بن عبد الله رضي الله عنهما قال ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഏറ്റവും മനോഹരമായി വിശദീകരിച്ചു പറഞ്ഞ സഹാബികളിൽപ്പെട്ട ഒരാളാണ് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറയാണ് അഹല്ല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു ബിൽ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹജ്ജിന് വേണ്ടി തൽബിയത്ത് ചൊല്ലുന്നതിനാണ് അഹല്ല എന്ന് പറയുന്ന ഒച്ചത്തിൽ ചൊല്ലുന്നതിനാണ് തൽബിയത്ത് അഹല്ല എന്ന് പറയുന്നത്. നബിയും സഹാബത്തും അത് ചെയ്തു. വലൈസ മഅ അഹദിൻ മിൻഹും ഹദിയുൻ ഗൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതൽഹ. അത് ഇഹ്റാം ദുൽഹുലൈഫയിൽ വെച്ചിട്ടാണ് ഇഹ്റാം ചെയ്യുന്നത്. മദീനയിൽ നിന്നാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ പുറപ്പെടുന്ന സമയത്ത് ഹദി അറവ് നടത്തേണ്ട മൃഗം അത് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലും ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും അല്ലാതെ മറ്റൊരാളുടെ അടുക്കലും ഇല്ല എന്നാണ് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ പറയുന്നത്. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ അറിവിൽ അദ്ദേഹം പറഞ്ഞാണ്. അതല്ല എങ്കിൽ മറ്റു ചില സഹാബികളും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മറ്റ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ സുബൈർ റളിയല്ലാഹു അൻഹു ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബലിമൃഗം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ജാബിർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അപ്പം അദ്ദേഹം പറയുന്നത് വലൈസ മഅ അഹദിൻ മിൻഹും ഹദിയുൻ ഗൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്വൽഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ത്വൽഹയുടെയും അടുക്കലല്ലാതെ ബലിമൃഗം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാനും സാധിക്കും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടത് യമനിൽ നിന്നാണ്. അദ്ദേഹം ഒരു ആവശ്യത്തിന് വേണ്ടി യമനിൽ പോയിട്ടുണ്ടായിരുന്നു. യമനിൽ നിന്ന് വരുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും ബലിമൃഗം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലും ബലിമൃഗമുണ്ട്. അതും മനസ്സിലാക്കുക. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ത്വൽഹ റളിയല്ലാഹു അൻഹു മാത്രം അല്ല എന്ന് മനസ്സിലാക്കുക. വഖദിമ അലിയും മിനൽ യമൻ. അദ്ദേഹം പറയുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു യമനിൽ നിന്നാണ് വന്നത്. ഫഖാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അഹ്ലൽതു ബിമാ അഹല്ല ബിഹി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു തൽബിയത്താണ് ചൊല്ലിയത് അതുകൊണ്ട് ഞാനും തൽബിയത്ത് ചൊല്ലി. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. തൽബിയത്തിന്റെ വാചകം അറിയില്ല, അതായത് ഉംറക്കാണോ ഹജ്ജിനാണോ, ഉംറ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്നാണോ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ ഹജ്ജൻ എന്നാണോ എന്താണോ പറഞ്ഞത് എന്നറിയില്ലെങ്കിൽ ഇന്നാൾ തൽബിയത്തിന്റെ ഇതിൽ ഞാനും തൽബിയത്ത് ചൊല്ലി എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാം. എന്നിട്ട് അദ്ദേഹം ചുരുക്കിയാണ് പറയുന്നത്, അല്ലാതെ ഹജ്ജിന്റെ സ്റ്റെപ്പ് അല്ല. ഫഅമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു അൻ യജ്അലുഹാ ഉംറതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സഹാബികളോട് എന്തു പറഞ്ഞു? നിങ്ങൾ ഹജ്ജിന് വേണ്ടി നിയത്താക്കിയത് ഉംറയാക്കി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അത് ഉംറയാക്കി മാറ്റിക്കോളൂ. ഫയതൂഫു, അങ്ങനെ അവർ തവാഫ് ചെയ്യട്ടെ. സുമ്മ യുഖസ്സിറു, പിന്നീട് തലമുണ്ടനം ചെയ്യട്ടെ എന്നാണ്. ഇവിടെ ഒരു ഫായിദ ഉണ്ട്. ഫയതൂഫു എന്ന് പറഞ്ഞിട്ട് പിന്നീട് സഈന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. സഈന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. പണ്ഡിതന്മാർ അതിന് രണ്ട് കാരണം പറഞ്ഞു. കാരണം തവാഫ് എന്നുള്ള വാക്ക് അത് തവാഫ്, അതായത് കാബയ്ക്ക് ചുറ്റുള്ള തവാഫിനും പറയും, സഫാ മർവക്കടയിലുള്ള നടത്തത്തിനും തവാഫ് എന്ന് പറയും. അപ്പം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഫയതൂഫു എന്ന് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ, സഈന്റെ കാര്യം പറഞ്ഞിട്ടില്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു തവാഫ് ഉണ്ടെങ്കിൽ എന്തായാലും സഈ ഉണ്ടാകും. കാരണം സഈ മാത്രമായിട്ട് അങ്ങനെ ഒരു ഇബാദത്തില്ല. സഈ മാത്രം ചെയ്യാന്ന് പറയുന്നൊരു ഇബാദത്തില്ല. നമ്മൾ മക്കത്ത് പോയി അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും സഈ ചെയ്തു വരാം, അങ്ങനെ ഒരു ഇബാദത്തില്ല. തവാഫ് കഴിയുമ്പോഴേ ഉള്ളൂ സഈ. തവാഫ് കഴിഞ്ഞാൽ എപ്പോഴും സഈ ഉണ്ട്, ഉംറയിലാകട്ടെ ഹജ്ജിലാകട്ടെ. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു സഈന്റെ വാക്ക് അവിടെ പ്രയോഗിക്കാതിരുന്നത്. ഫയതൂഫു, അവർ തവാഫ് ചെയ്യട്ടെ. സുമ്മ യുഖസ്സിറു, പിന്നീട് എന്ത് ചെയ്യട്ടെ? തലമുടി ഷോർട്ടാക്കട്ടെ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടി മുണ്ടനം ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രതിഫലമെന്നും അവർക്ക് വേണ്ടി 3 പ്രാവശ്യം റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ തമത്തു ആയ ഹജ്ജ് സ്വീകരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഉംറയുടെയും ഹജ്ജിന്റെയും ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ, നമ്മൾ പറഞ്ഞു അഫ്ളൽ എന്താണ്? അവിടെ മുറിക്കുക എന്നുള്ളതാണ്. കാരണം ഹജ്ജിന്റെ ദിവസം ദുൽഹിജ്ജ 10 മുണ്ടനം ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിനൊന്നും ബാക്കിയുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ മുറിക്കുക എന്നുള്ളതാണ് നല്ലത്. അവിടെ മുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു അൻ യജ്അലുഹാ ഉംറ. നേരത്തെ നിയത്താക്കി ഹജ്ജ് ഉംറയാക്കി മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഫയതൂഫു, അവർ തവാഫ് ചെയ്യട്ടെ, നമ്മൾ മനസ്സിലാക്കും, ഒപ്പം സഈ ചെയ്യാനും കൂടിയാണ്. സുമ്മ യുഖസ്സിറു, പിന്നീട് എന്ത് ചെയ്യാൻ? അവർ മുടി ഷോർട്ടാക്കാൻ, ചെറുതാക്കാൻ. വയുഹില്ലു, അവരങ്ങനെ തഹല്ലുലാകാൻ പറഞ്ഞു. എന്നാൽ ഇല്ലാ മൻ കാന മഅഹു അൽ ഹദി, എന്നാൽ ആരെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ബലിമൃഗത്തെയും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് ബലിമൃഗത്തെ കൊണ്ടുവന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ജാബിർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കി അബൂബക്കറും ഉമറും സുബൈറും റളിയല്ലാഹു അൻഹും ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് റിവായത്തുകളുണ്ട് സഹീഹ് മുസ്ലിമിൽ തന്നെ.
അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലും എന്തുണ്ട്? ബലിമൃഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദി ആരുടെ കയ്യിലുണ്ടോ, ബലിമൃഗം ആരുടെ കയ്യിലുണ്ടോ അവരങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതാണ് നിയമം. ബലിമൃഗവുമായിട്ട് മക്കത്തേക്ക് വന്നാൽ അവര് ഒരിക്കലും തമത്തുഇന്റെ രീതി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അവർ പൂർണ്ണമായി ബലിമൃഗത്തെ അറക്കുന്നത് വരെ ഇഹ്റാമിലായിരിക്കണം എന്ന് പറഞ്ഞു. ഇല്ല മൻ കാന മഅഹു അൽ ഹദി. ഫഖാലു, ഈ വിവരം സഹാബികൾ ആദ്യമായിട്ട് കേൾക്കാൻ. സഹാബികൾ ആദ്യം വിചാരിച്ചത് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്താൽ പിന്നീട് അങ്ങനെ ഒരു പരിപാടി ഇല്ല, പകുതിക്ക് വെച്ചൊരു ഉംറ ചെയ്ത് തഹല്ലുലാകുക എന്നുള്ളത് അവരാരും ചിന്തിക്കുന്നില്ല. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞു പോയ ആളുകൾക്ക് ഹജ്ജുണ്ട്, അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹാബികൾക്ക് ആർക്കും അറിയില്ല. ഫഖാലു, അതുകൊണ്ട് തന്നെ സഹാബികൾ ചോദിച്ചു, നൻതലിഖു ഇലാ മിന വദകറു അഹദിന യഖ്തുർ. അതൊരു പ്രയോഗമാണ്. ഞങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ ലൈംഗികാവയവത്തിൽ നിന്നും മനി പുറപ്പെടുന്ന അവസ്ഥയിൽ ഞങ്ങൾ മിനയിലേക്ക് പോകുകയോ എന്ന് പറഞ്ഞാൽ അത് ജിമാഇനെ ഉദ്ദേശിച്ചതാണ്. അഥവാ ദുൽഹിജ്ജ 8-നാണ് നമ്മൾ മിനയിലേക്ക് പോകുന്നത്. അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം നമ്മൾ ഹലാലായിരിക്കും, ഇഹ്റാമിലായിരിക്കുകയില്ല. അപ്പോൾ ഒരാൾക്ക് ഭാര്യയുമായി ബന്ധമുണ്ടായതിന്റെ പിറ്റേന്നൊക്കെ മിനയിലേക്ക് പോകാൻ പറ്റുമോ? സഹാബികൾക്ക് അങ്ങനെ അറിയില്ല. അവർ വിചാരിച്ചു നേരത്തെ വന്നത് മുതലേ ഇഹ്റാമിലായിരിക്കണം. അപ്പം അത് ആ ഒരു ഭാഷയിൽ അവർ ചോദിച്ചതാണ്. ഫബലഗ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. അത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ ആരോ എത്തിച്ചതാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികൾക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടുണ്ട്. അവർക്ക് ഇതിലൊരു കേൾക്കാത്തൊരു കാര്യം ആദ്യമായി കേട്ടപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യം, അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. അത് സ്വാഭാവികമാണ്, അതുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ടുള്ള വാക്ക് പറഞ്ഞത്. ലൗ ഇസ്തഖ്ബൽതു മിൻ അംദി മസ്തദ്ബർതു മാ അഹ്ദൈതു വലൗല അന്ന മഇയൽ ഹദിയ ലഅഹ്ലൽതു. ഇപ്പോൾ എനിക്ക് അറിഞ്ഞ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മാ അഹ്ദൈതു, ഞാൻ എൻ്റെ കൂടെ ബലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല. വലൗല അന്ന മഇയൽ ഹദിയ, എൻ്റെ കൂടെ ബലിമൃഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഅഹ്ലൽതു, ഞാൻ നിങ്ങളോടൊപ്പം എന്തു ചെയ്യും? ഞാനും നിങ്ങളോടൊപ്പം തന്നെ തഹല്ലുൽ ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നില്ല, ബാക്കിയുള്ളവരോട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സഹാബികൾക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞു, ഞാൻ ബലിമൃഗത്തെ കൊണ്ടുവന്നത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ഉംറ കഴിഞ്ഞ് തഹല്ലുലായി ഞാൻ എന്ത് ചെയ്യും? ഹജ്ജ് വേറെ നിയത്താക്കി വേറെ ചെയ്യും. ഞാനത് കൊണ്ടുവന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഒരുപാട് ഫായിദുള്ള വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബ് അറിയിക്കുമ്പോഴേ അറിയുകയുള്ളൂ. അല്ലാഹു അപ്പോഴാണ് ഇങ്ങനൊരു നിയമം ഇറക്കുന്നത്. മദീനയിൽ ദുൽഹുലൈഫയിലുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയില്ല. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന ഗൈബിയായ കാര്യങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായി അങ്ങനെ അറിയാൻ യാതൊരു വകുപ്പുമില്ല. അപ്പം അത് സംഭവിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ലൗ എന്നുള്ള പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. ലൗ ഇങ്ങനെ ആയാൽ എന്ന് പറയുന്ന നിരുപാധികം നിഷിദ്ധമല്ല. അത് നിഷിദ്ധമാകുന്നത് നമുക്ക് ഖദറിനോടൊരു വിയോജിപ്പുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുമ്പോഴാണ് അത് നിഷിദ്ധമാകുന്നത്. അതല്ലാതെ ഒരാൾ പറയാൻ, ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റ് ഇരിക്കുന്ന സമയത്തൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ അയാളോട് പറഞ്ഞു, നീ പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് ജയിക്കാമായിരുന്നു, അത്ര എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. ആ പറച്ചിൽ തെറ്റല്ല. ആ പറച്ചിൽ തെറ്റല്ല, അത് കുഴപ്പമില്ലാത്ത പറച്ചിലാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ അപകടമൊക്കെ സംഭവിച്ചു, ഞാൻ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, ആ രൂപത്തിൽ നമ്മൾ പറയാൻ പാടില്ല. ആ രൂപത്തിൽ പറയാൻ പാടില്ല. മറ്റൊരു ഖബർ എന്നുള്ള നിലക്ക് ഒരു കാര്യം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്കത് ശരിയാക്കാമായിരുന്നു, അത് കുഴപ്പമില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു കാറ് സ്ലിപ്പായി പോയി, കാറ് വളരെയധികം തയഞ്ഞ ടയറാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു ഖബർ പറഞ്ഞു കൊടുക്കും, നല്ല ടയർ ഇട്ടിരുന്നെങ്കിൽ പൊതുവെ അങ്ങനെ സ്ലിപ്പാവുകയില്ല, അതാണ് പ്രശ്നം പറ്റിയത് എന്ന് പറയും. പക്ഷേ നമ്മൾ ആ ഒരു ഖദറിനോട് ഒരു മുആറളത്തായിക്കൊണ്ട് അതിനോട് എതിർത്തുകൊണ്ടുള്ള സംസാരം അതാണ് പാടില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമല്ലോ. അതായത് ഞാൻ ചെയ്യാത്തതിന്റെ കാരണം ഒരു തഅലീൽ, കാരണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ലൗ ഉപയോഗിക്കാമെന്ന് പണ്ഡിതന്മാർ ഈ വാക്കിൽ നിന്നും തെളിവ് പറഞ്ഞിട്ടുണ്ട്. ശരി, അദ്ദേഹം തുടരുന്നു. വഹാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്ക് ഹൈലുണ്ടായി. ഇത് ദുൽഹിജ്ജ 4-നാണ് എന്ന് അഭിപ്രായമുണ്ട്. അവർ മക്കയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹൈലുണ്ടായിട്ടുണ്ട്. പിന്നീട് ദുൽഹിജ്ജ 10 വരെ അവർക്ക് ഹൈലുണ്ട്. അതുകൊണ്ട് തന്നെ 8-നും 9-നും ഒക്കെ ചെയ്യേണ്ട കർമ്മങ്ങൾ അവർക്ക് ഹൈലിലാണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഫനസകത്തിൽ മനാസിക കുല്ലഹ ഗൈറ അൻഹ ലം തതുഫ് ബിൽ ബൈത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ തവാഫ് ഒഴികെയുള്ള ബാക്കിയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു. കാരണം തവാഫിനാണ് നമുക്ക് എന്ത്, തവാഫിന് സഈനും വേണം. തവാഫിനാണ് നമുക്ക് ശുദ്ധി ആവശ്യമുള്ളത്. തവാഫ് ഉണ്ടെങ്കിൽ സഈ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിനെയും പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്.
തവാഫ് ഒഴികെയുള്ള ബാക്കിയുള്ള കർമ്മങ്ങൾ, അതായത് ദുൽഹിജ്ജ 8-ന് ഇപ്പോൾ ഒരു സ്ത്രീക്ക്, ഇപ്പോൾ ഈ കേൾക്കുന്ന ഒരു സ്ത്രീ, ഹജ്ജിന് പോകുന്ന ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടായി എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? അവർക്ക് ദുൽഹിജ്ജ 8-ന് മിനയിലേക്ക് പുറപ്പെടാം, അതിന് യാതൊരു കുഴപ്പമില്ല. മസ്ജിദൊന്നുമല്ല. അതുപോലെ തന്നെ 9-ന് അറഫയിലേക്ക് പുറപ്പെടാം, യാതൊരു കുഴപ്പമില്ല. അവിടെയും വുളൂവിന്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് നിസ്കാരമൊന്നുമില്ല, മുസാഫ് സ്പർശിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ ഓതാം, ദിക്റും ദുആക്കെ ചെല്ലാം, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ബാക്കിയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു. ഫനസകത്തിൽ മനാസിക കുല്ലഹ ഗൈറ അന്നഹ ലം തതുഫ് ബിൽ ബൈത്ത്. അവർ തവാഫ് മാത്രം ചെയ്തില്ല, ഹജ്ജിന്റെ തവാഫ് മാത്രം അത് ചെയ്തില്ല. ഫലമ്മ തഹുറത് വതാഫത് ബിൽ ബൈത്ത്. പിന്നീട് എപ്പോഴാണ് ശുദ്ധിയാകുന്നത്? അപ്പോൾ തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ തവാഫ് അപ്പോൾ ചെയ്താൽ മതി. ഫലമ്മ തഹുറത് വതാഫത് ബിൽ ബൈത്ത്. അവർ അങ്ങനെ ഹജ്ജ് ചെയ്തു. ഫഖാലത് യാ റസൂലല്ലാഹ് തൻതലിഖൂന ബിഹജ്ജിൻ വഉംറഹ വഅൻതലിഖു ബിഹജ്ജ്. അല്ലാഹുവിന്റെ റസൂലേ, സഹാബികളെല്ലാം ഉംറ വേറെ ഹജ്ജ് വേറെ ചെയ്തിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഹൈദുള്ളത് കാരണത്താൽ അവർ അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല. എത്തുമ്പോൾ സമയത്ത് തന്നെ അവർക്ക് തവാഫുൽ ഖുദൂമോ, അതായത് രണ്ടിനും കൂടി, ഇപ്പൊ ഖിറാൻ ചെയ്യുന്ന ആൾക്ക് രണ്ടും കൂടി ഒരു ഉംറ, ഒരു തവാഫും ഒരു സഈ മതി. അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് രണ്ടും വേറെ വേറെ, ഉംറ വേറെ ഹജ്ജ് വേറെ, അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഉദാഹരണത്തിന് തമത്വ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു സ്ത്രീ പോവുകയാണ്, തമത്വ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു സ്ത്രീ പോവുകയാണ്, മക്കത്ത് എത്തുന്നതിന് മുമ്പ് അവർക്ക് ഹൈദ് വന്നു, സ്വാഭാവികമായിട്ട് ഉംറ ചെയ്യാൻ സാധിക്കുകയില്ല, ഉംറ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ എന്ത് ചെയ്തു? ഉംറയുടെ തവാഫോ സഈ ഒന്നും ചെയ്യാതെ ദുൽഹിജ്ജ 8 വരെ കാത്തുന്നു. 8-ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തു, ബാക്കിയുള്ളിടത്തൊക്കെ പോയി, മിനയിൽ പോയി, അവിടുന്ന് പിന്നീട് അറഫയിലേക്ക് വന്നു, ഒന്ന് രാത്രി മുസ്ദലിഫയിലേക്ക് പോയി, പിറ്റേന്ന് മിനയിലേക്ക് പോയി ജമറത്തുൽ അഖബയിൽ ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ഹൈദ് മാറിയ സമയത്ത് 10-നോ 11-നോ എപ്പോഴാണ് മാറുന്നത്, അപ്പോൾ രണ്ടും കൂടിയിട്ട് മക്കയിൽ തവാഫും സഈയും അവർക്ക് ചെയ്യാം. അഥവാ അവർക്ക് അതിനിടയിൽ പ്രത്യേകമായി ആദ്യം ഉംറ ചെയ്ത് തഹല്ലുലാകാൻ സാധിച്ചിട്ടില്ല. തമത്തുവിന്റെ രീതി ബാക്കിയുള്ള സഹാബത്തൊക്കെ ചെയ്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് സാധിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹു ഏതാണ്ട് ഖിറാൻ പോലെ രണ്ടും കൂടി ഒന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ആ പ്രസിദ്ധമായ വാക്ക് അവർ ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? തൻതലിഖൂന ബിഹജ്ജിൻ വഉംറ വഅൻതലിഖു ബിഹജ്ജ്. സഹാബികളെല്ലാവരും ഉംറയും ഹജ്ജും വേറെ വേറെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഹജ്ജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഒരു ഉംറ കൂടി ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അതിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഫഅമറ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാനിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അൻ യഖ്റുജ മഅഹ ഇല തൻഈം. ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടിയിട്ട് തൻഈമിലേക്ക് പോവുക. തൻഈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞ മക്കത്ത് ഹറമിന്റെ ഏറ്റവും അടുത്തുനിന്ന് ഉള്ള ഹില്ല്, ഹറമിന്റെ പുറത്തുനിന്നാണ് മക്കക്കാർക്ക് ഉംറ ചെയ്യണമെങ്കിൽ പോകേണ്ടത്. അപ്പൊ ഹറമിന്റെ ഏറ്റവും അദ്നൽ ഹില്ലാണ് ഈ തൻഈം എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ 3-4 കിലോമീറ്റർ പോകുന്ന താമസം അവിടെ എത്തും. അപ്പൊ അവിടെയാണ് ഇന്ന് മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞ പേരിൽ വലിയ പള്ളി ഉള്ളത്. അപ്പൊ അവിടേക്ക് പോകാൻ വേണ്ടി ഞാൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ് പറയുകയാണ്, ഫഅതമറത് ബഅദൽ ഹജ്ജ്. അങ്ങനെ ഹജ്ജിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഒരു പ്രത്യേക ഉംറ അവിടെ ചെയ്തു. ഇവിടെ ഒരു പ്രത്യേക മസ്അല ഉള്ള ഒരു വിഷയമാണ്. അഥവാ ഒരു യാത്രയിൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഉംറ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് ബിൻ ബാസ്, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫളഹുല്ലാഹ്, അവരൊക്കെ അഭിപ്രായം ഒന്നിൽ കൂടുതൽ ഉംറ ചെയ്യാമെന്നാണ്. അവർ ഈ തെളിവാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ യാത്രയാണ് വന്നിട്ടുള്ളത്. അവരവിടെ ചെയ്യേണ്ട ഹജ്ജ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും എന്ത് ചെയ്തു? അവർ മക്കക്കാരിയല്ല, മദീനയിൽ നിന്ന് വന്നതാണ്. മദീനയിൽ മുഖീമും അല്ല. എന്നിട്ടും എന്ത് ചെയ്തു? അവിടെ ഒരു ഉംറ ചെയ്യാൻ വേണ്ടി ഹില്ലിലേക്ക് പോയി തിരിച്ചു വന്നു, ഉംറ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഒരുപാട് ദിവസം അവിടെ മക്കത്ത് ജീവിച്ചു, മക്കത്ത് ഒരുപാട് ദിവസം അവിടെ നിന്നു. അപ്പൊ അത്രയും ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഖിറാനായ രീതിയിൽ ഉംറയും ഹജ്ജും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതല്ലാതെ, കാരണം വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്, ഇനി വരണമെന്നില്ല, മദീനയിൽ നിന്ന് വാഹനപ്പുറത്ത് കഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പോൾ കുറെ ഉംറ ചെയ്തുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പുറത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു യാത്രയിൽ ഒരു ഉംറ, അതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിരുദ്ധമായി ഒരു യാത്രയിലും 2 ഉംറ ചെയ്തതായി തെളിവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്തു തന്നെയായാലും ഇത് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരാൾ ഒന്നിൽ കൂടുതൽ ഉംറ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിരുപാധികം തെറ്റാണ് എന്ന് പറയാൻ പാടില്ല.
എന്നാൽ അവിടെ പണ്ഡിതന്മാർ പിന്നീട് ചർച്ച ചെയ്ത ഒരു അഫ്ളലിയത്തിന്റെ വിഷയമുണ്ട്. അതായത് ഒരു ഉംറയും 2 ഉംറ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കണം പണ്ഡിതന്മാർ പിന്നീട് ചർച്ച ചെയ്തിട്ടുണ്ട്. മുടി എത്ര വരണം, അതായത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കാര്യം അത് പറയുക തന്നെ വേണം. അതിന് യാതൊരു മദ്ഹബിന്റെയോ ഒരു പിൻബലവും ഇല്ലാത്ത കാര്യമാണ്. ജനങ്ങളെ കൊണ്ട് ഒരു ദിവസം തന്നെ 2ഓ 3ഓ ഒക്കെ ഉംറ ചെയ്യിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, അവരുടെ വക ഫത്വ ഒരാൾക്ക് 7 ഉംറയൊക്കെ ചെയ്താലേ ഒന്നെങ്കിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്നാണ്. എന്നിട്ട് അങ്ങനെ പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ട് രാവിലെ ഉംറ ചെയ്യുക, വൈകുന്നേരം ഉംറ ചെയ്യുക, പിറ്റേന്ന് രാവിലെ ഉംറ ചെയ്യുക, അങ്ങനെ കഷ്ടപ്പെടുക. ഇത് അങ്ങനെ ദീൻ ഇസ്ലാമിലില്ല. ഉംറ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എല്ലാ ദിവസവും ഉംറ ചെയ്യുക, ഇത് മനുഷ്യനെ പ്രയാസപ്പെടുത്തലാണ്. അങ്ങനെ ദീനിൽ എവിടെയും തെളിവില്ല. നമ്മൾ മസാല ഇതേ ഉള്ളൂ, ഒരാൾക്ക് ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറ ചെയ്യാൻ പറ്റുമോ നമ്മൾ പറഞ്ഞു. അഹ്ലു സുന്നത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടും ചെയ്യുന്ന ആളുകൾ പരസ്പരം ആക്ഷേപിക്കപ്പെടാത്ത രൂപത്തിൽ തെളിവുകൾ അതിനുണ്ട്. എന്നാൽ ഈ രൂപത്തിലൊക്കെ പറയുക എന്ന് പറയുന്നത് യാതൊരു തെളിവും അതിനില്ല. ഇങ്ങനെ വന്നിട്ട് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ എന്നിട്ട് ആൾക്കാർ ഉസ്താദ്മാരെ വാക്കുകയുണ്ട്. കാരണം ഒരു ഉംറെങ്കിലൊക്കെ കിട്ടണ്ടേ, ഇത്രയൊക്കെ ചെയ്താൽ ഒന്നിലൊക്കെ കിട്ടുള്ളൂ. ആ ഒരു ബേജാറിൽ പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുക, ഇങ്ങനെ പോവാ വരിക, അങ്ങോട്ടേക്ക് ടാക്സി എടുത്ത് പോവാ വരിക, രാവിലെ സുബഹിക്ക് ചെയ്തോ പിന്നെ ലുഹറിനും ചെയ്യുന്നുണ്ടാവും. ഒന്നുമില്ല, തലയിൽ പഠിക്കാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ബ്ലേഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ അധ്യായത്തിലെ ഈ ബാബിലെ 1ാമത്തെ ഹദീസ്. ഇൻഷാ അല്ലാഹ് ഇതിൽ 2 ഹദീസുകൾ ഈ വിഷയമായി ഉണ്ട്, അതല്ലാത്ത ഹദീസുകളും കിതാബുൽ ഹജ്ജിലുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.